നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. KPCC സംഘടിപ്പിച്ച പുതിയുഗ യാത്രയുടെ സമാപന വേദിയിൽ അണിനിരുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കിയാണ് സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള വിപ്ലവകരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ തൊട്ടുണർത്തുന്ന പ്രഖ്യാപനങ്ങളിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായിട്ടുള്ള മേൽക്കൈ നേടിക്കൊടുക്കുക എന്നതായിരുന്നു രാഹുലിന്റെ ലക്ഷ്യം. കേവലം രാഷ്ട്രീയ പ്രസംഗത്തിന് അപ്പുറമായിട്ട് കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള പദ്ധതികളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനം അത് സ്ത്രീ സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത നേടുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പെൺകുട്ടികൾക്ക് പഠന ചെലവുകൾക്കായിട്ട് പ്രതിമാസം 1000 രൂപ അലവൻസ് നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നിലവിലുള്ള ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായിട്ട് ഉയർത്തുന്നതിലൂടെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ആശ്വാസം നൽകാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം നടപ്പിലാക്കുന്ന 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓരോ കുടുംബത്തിനും വലിയൊരു സുരക്ഷാ കവചമായിട്ട് മാറുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. യുവജനതയെയും മുതിർന്ന പൗരന്മാരെയും ഒരുപോലെ പരിഗണിക്കുന്നതായിരുന്നു രാഹുലിൻ്റെ മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിൽ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സഹായിക്കും. പ്രായമായവരുടെ ക്ഷേമത്തിനായിട്ട് ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം വയോജനങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള പാർട്ടിയുടെ ഗൗരവകരമായിട്ടുള്ള സമീപനമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നിലവിലെ LDF സർക്കാർ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചുവെന്നും ജനങ്ങളെ സാമ്പത്തികമായ വീർപ്പുമുട്ടലിൽ നിന്ന് മോചിപ്പിക്കാൻ UDF അധികാരത്തിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രഹസ്യ ധാരണയെക്കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ രാഷ്ട്രീയമായ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ഉറച്ച പ്രഖ്യാപനം അത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനായിട്ട് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ കരാറുകളിൽ ഒപ്പിട്ടതിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ വഞ്ചിച്ചുവെന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇരു സർക്കാരുകളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. സംഘടനാപരമായിട്ടുള്ള ഐക്യത്തെക്കുറിച്ചും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായിട്ടുള്ള രീതികളെക്കുറിച്ചും രാഹുൽ ഗാന്ധി വാചാലനായി. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഗ്രൂപ്പ് വഴക്കുകളായിട്ട് ചിത്രീകരിക്കുന്ന മാധ്യമ നിലപാടുകളെ അദ്ദേഹം തിരുത്തുകയുണ്ടായി. വ്യക്തികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും CPMലെ പോലെ ഒരു ഏകാധിപതിയുടെ കീഴിൽ ശ്വാസം മുട്ടുന്ന അണികളല്ല ഇവിടെയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങുകയാണെന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് നാടിന് നന്മയ്ക്കായിട്ട് ഗ്രൂപ്പ് കളിക്കാതെ ടീമായി പ്രവർത്തിക്കാൻ അദ്ദേഹം പ്രവർത്തകർക്ക് ആഹ്വാനവും നൽകി. KC വേണുഗോപാലിൻ്റെ പ്രസംഗം സമ്മേളനത്തിൻ്റെ ആവേശത്തിന് ഏറെ ആക്കം കൂട്ടി. സംസ്ഥാന ഖജനാവ് ശൂന്യമാക്കിയ സർക്കാരിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെ അദ്ദേഹം ഇവിടെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PSC ഉദ്യോഗാർത്ഥികൾ, പെൻഷൻകാർ, വിദ്യാർത്ഥികൾ എന്നിവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നൊന്നായിട്ട് എണ്ണിപ്പറഞ്ഞ അദ്ദേഹം വരും ദിവസങ്ങളിൽ ഈ ഭരണകൂടത്തിൻ്റെ പേടി സ്വപ്നമായിട്ട് കോൺഗ്രസ് മാറുമെന്നും പ്രഖ്യാപിച്ചു. UDF നേതാക്കളെ ഒരേ വേദിയിൽ അണിനിരത്തിക്കൊണ്ട് പ്രകടമാക്കിയ ഈ ഐക്യം വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയൊരു ഊർജ്ജമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.